ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മുടെ ചവിട്ടികളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫോൾഡിങ് ടിപ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചവിട്ടി നമ്മൾ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. ഡിറ്റർജൻറ്റിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ആ വലിയ ബ്രഷ് വെച്ചിട്ട് തന്നെ, നമ്മൾ തുണി കഴുകുന്ന ബ്രഷ് എടുത്തിട്ട് അതത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇതാകുമ്പോഴേക്കും വലിയ കേടുപാടുകൾ കൂടാതെ തന്നെ ഇതുപോലെ നീറ്റായിട്ട് നല്ല അഴുക്ക് പോകും. എല്ലായിടയിലും ഒക്കെ അഴുക്ക് പോകും. മറിച്ച് തിരിച്ചു വിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് തേച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എവിടെയെങ്കിലും അലക്കുകല്ലിൻ്റെ പുറത്താണ് സാധാരണ ഞാൻ വെച്ച് കഴുകണത്. ഇപ്പോൾ അലക്കുകല്ലിൽ 3-4 ചെടിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അടുക്കളയുടെ ചവിട്ടുപൊടി കൊണ്ടിട്ട് ഇപ്പോൾ തേക്കണത്. പട്ടിക്കുട്ടനും എന്നെ സഹായിക്കാനുണ്ട് കേട്ടോ ഇടക്ക് വന്നിട്ട്. അപ്പോൾ ഇതേ ഇന്ന് കുറച്ച് വാഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പുറത്ത്, നമ്മളുടെ ഡ്രസ്സിൻ്റെ കൈ കൊണ്ടുള്ള വാഷിംഗ്. അപ്പോൾ ആ വെള്ളം ഏറ്റവും അവസാനം ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള അഴുക്കായ കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം ആ വെള്ളത്തിൽ എടുത്ത് ഇടുകയോ ചെയ്യണത്. അപ്പോൾ കൂടുതൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാതെ അത് ലാഭിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സാണ്. കാരണം നിങ്ങൾ മണി മാനേജ്മെൻ്റൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മണി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് മണി മാനേജ്മെൻ്റൊക്കെ ആയി വരണത്. കാരണം കൂടുതൽ വെള്ളമൊന്നും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്താതെയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുക. അഴുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരുമ്മിയെടുക്കുക. പിന്നെ അടുത്തത് നമ്മളുടെ മുണ്ട് മടക്കണത് കാണിച്ചിട്ടില്ലെന്ന് കുറച്ച് പേര് പറഞ്ഞ്. പിന്നെ സാരി മടക്കണത് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് മുണ്ടൊന്നും ഇല്ല. ഇത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഉടുക്കണ മുണ്ടാണ്. പുറത്ത് ഉടുക്കാറില്ല മുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഉടുക്കണ മുണ്ടേ ഉള്ളൂ എനിക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ ഇത്തരം മുണ്ടുകൾ മാത്രമാണ് പുള്ളി വീട്ടിൽ ഉടുക്കണത്. ഇങ്ങനെ നമ്മളുടെ കള്ളിമുണ്ട് പോലത്തെ ഒന്നും ഉടുക്കാറില്ല. അപ്പോൾ ഇത് ഒരു പഴകിയ മുണ്ടുമാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ക്ലീനായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. നല്ല നല്ല മുണ്ടൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ടൊക്കെ മടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ മടക്കണത് എങ്ങനെയാണെന്നുള്ളത്. അകത്തേക്ക് അങ്ങോട്ട് മടക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഇതൊന്നും ഇല്ല പ്രത്യേകിച്ച്. ഇത് കറക്റ്റായിട്ടുള്ള അളവുകൾ എടുത്തില്ലെങ്കിൽ ഇത് ചുളുക്ക് വരും. കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ചുളുക്കും കൂടാതെ നല്ല ഡീസൻ്റായിട്ട് ഇരിക്കും ഇത് അഴിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും. പിന്നെ അടുത്തത് കാണിക്കുന്നത് ഇതെനിക്ക് സാരി ഇല്ല. ഇത് ചേച്ചിയുടെ വേറൊരു ചേച്ചിയുടെ സാരിയാണ് എനിക്ക് തയ്ക്കാൻ കൊണ്ട് തന്നതാണ്. ഇവിടെ സെറ്റിയുടെ കവർക്ക് നമ്മൾ തയ്ച്ചില്ലേ, ആ കൂട്ടത്തിലുള്ള സാരി ഇത്. അപ്പോൾ ആ സാരി ഈ ടൈപ്പ് സാരികൾ സാധാരണ കൊടുക്കുന്ന സാരികളല്ലേ. അപ്പോൾ അതും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുന്ന രീതിയിൽ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വിട്ട് ഒന്നും പോകുന്നില്ല. അടുത്ത മടക്ക് അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അഴിഞ്ഞു തൂങ്ങിയൊന്നും പോവില്ല. താഴ്ത്തി വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് മറിഞ്ഞ് അലമാരയിൽ വീണ് കഴിഞ്ഞാലും അഴിഞ്ഞു തൂങ്ങിയൊന്നും പോവില്ല. അതൊരെണ്ണം. പിന്നെ അടുത്തത് കാണിക്കുന്നത്, അപ്പോൾ ഈ സാരികളൊക്കെ ഈ ഷിഫോൺ സാരിയൊന്നും ഇങ്ങനെ മടക്കാൻ പറ്റില്ല കേട്ടോ. അത് നിങ്ങളുടെ എങ്ങനെ മടക്കണമെന്ന് വെച്ചാൽ മടക്കുക. ഇപ്പം അത് സെറ്റായിട്ട് ഷോളും ബോട്ടൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് വെക്കാനായിട്ട് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ഒന്ന് കാണിക്കണേ. അപ്പോൾ ഇത് ലെഗിങ്സ് ആണെങ്കിൽ ലെഗിങ്സ് ഇങ്ങനെ ഒന്ന് മടക്കി ആവശ്യം ഇങ്ങനെ ഒന്ന് മടക്കുക. അതിൻ്റെ ഷോള് പെയർ ചെയ്യണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പിന്നത്തെ മടക്കുക ഷോളോട് കൂടി അതിൻ്റെ അകത്തേക്ക് അരക്കെട്ടിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചേക്കുക. അപ്പോൾ അത് ഒരിക്കലും ഷോള് തെന്നിപ്പോവുകയും ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾക്ക് ഒരു യാത്രയിലൊക്കെ പോകാനായിട്ടും ഒരു നല്ല ഒരു ഫോൾഡിങ് ആണിത്. ചുരിദാർ സാധനം ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ ആ വശം മാത്രം ഇങ്ങനെ മടക്കിയിട്ട് ഇത് തിരിച്ച് അതിനകത്തേക്ക് നമുക്ക് മടക്കി കയറ്റാനുള്ളതാണ്. അല്ല, ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ വെച്ച് ഇനി ഇത് എല്ലാം കൂടി അകത്തേക്ക് ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ഒന്നും താഴെ പോകില്ല, എല്ലാം നല്ല ഒതുങ്ങി അതിൻ്റെ അകത്തിരിക്കും. അപ്പോൾ നമ്മളുടെ പാർട്ടി വെയർ ചുരിദാറുകളൊന്നും ഇങ്ങനെ ചെയ്ത് വെക്കണമെന്നില്ല. കാരണം അത് വെറുതെ മുത്തും ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ മടക്കണ പോലെ മടക്കിയാൽ മതി. ഇപ്പം നമ്മുടെ കാഷ്വൽ വെയർക്ക് മാത്രം അങ്ങനെയൊക്കെ മടക്കി വെച്ചാൽ മതി. പിന്നെ ഇതേ സാരി ബ്ലൗസ് പിന്നെ അണ്ടർസ്കേർട്ടും കൂടി ചേർത്ത് വെക്കണമെങ്കിൽ ഇതൊക്കെ സാധാരണ സാരിക്കും ബ്ലൗസിനുള്ള പരിപാടികളാണ് ഞാൻ കാണിക്കുന്നത്. നല്ല അടിപൊളി ബ്ലൗസൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ മടക്കി ചീത്തേക്കരുത്. മിക്കതും തൂക്കിയിടെയൊക്കെ ചെയ്യണേക്കുള്ളൂ നല്ലത്. നല്ല വർക്ക് ചെയ്ത ഹെവി വർക്കുള്ള സാരി ബ്ലൗസൊക്കെ ആണെങ്കിൽ അതൊക്കെ ഹാങ് ചെയ്തിടുന്നേക്കുള്ളൂ എപ്പോഴും നല്ലത്. ഇതുപോലെയൊക്കെ സാധാരണ ബ്ലൗസുകൾ മടക്കാൻ പാടില്ല കേട്ടോ, അത് ഞാൻ പറയാം. അതേ മുത്തൊക്കെ കേടായൊക്കെ പോകും. അണ്ടർസ്കേർട്ട് മുടക്കുന്ന ഒരു രീതി, പിന്നെ അണ്ടർസ്കേർട്ടും ബ്ലൗസും എല്ലാം കൂടി ഒന്നിച്ച് സാരിയുടെ അകത്ത് വെക്കുന്ന ഒരു രീതിയും മാത്രമേ ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സാധാരണ സാരിക്ക് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നല്ല സാരികളൊക്കെ സാരി സാധാരണ മടക്കുന്ന പോലെ തന്നെ മടക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്.
കാഷ്വൽ വെയർ ഒക്കെ ആകുന്നത് നമുക്ക് ഒതുക്കി കുറേ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ അതൊക്കെ ഈ ഒരു രീതിയിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകണമെങ്കിലൊക്കെ ഇത്തിരി സമയം ലാഭിച്ച് എടുക്കുക, അല്ലെങ്കിൽ നോക്കി നടക്കേണ്ടിയൊക്കെ വരും. ഇതെവിടെയാണ് അതെവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത്രയല്ല. അപ്പൊ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും സാരി ബാഗ് മേടിച്ച് വെക്കണേട്ടാ നല്ലത്. ഒരു 200 കൊടുത്താൽ മതി, 12 കിട്ടും ഇതുപോലത്തെ 200 രൂപക്ക്. ഓൺലൈനിലൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മിക്ക വീഡിയോയുടെ അടിയിലൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. നമ്മളുടെ നാട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് മുംബൈയിലൊക്കെ കിട്ടുന്നുണ്ട് ഈ സാധനം, നമ്മളുടെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പൊ അത് മേടിക്കണമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ, ചുരിദാറുകൾ വെക്കാനും ഒക്കെ. പിന്നെ ഇതേ ഷർട്ട് മടക്കണത് സാധാരണ മടക്കണ പോലെ തന്നെ മടക്കണേക്കുള്ളൂ നല്ലത്. ഞാൻ ഈ ചെയ്യണ പോലെ മടക്കി വെക്കണമെങ്കിൽ ഷർട്ടുകളൊക്കെ വൃത്തിയായിട്ടിരുന്നോണം. നമ്മുടെ വല്ല ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ പോലത്തെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയൊക്കെ വെച്ച് മടക്കണതൊക്കെ വേണമെങ്കിൽ മടക്കാം. ഇങ്ങനെ ഷർട്ടുകൾ ഇങ്ങനെ തന്നെ മടക്കുന്നതാണ് ഞാൻ നോക്കിയിട്ട് നല്ലത്, നീറ്റായിട്ടിരുന്നോളും. അപ്പം ഇതാണ് ഷർട്ടിൻ്റെ മടക്ക്. അതും ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. ഇനിയിപ്പോൾ മടക്കുകളെല്ലാം തീർന്നിട്ടാ, ഇനിയൊന്നും കാണിക്കൂല ഞാൻ. ഇത് കഴിഞ്ഞ് ഗോൾഡ് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ഇത്തിരി വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഇതുണ്ട വാഷിംഗ് പൗഡറും മഞ്ഞൾപ്പൊടിയും ഇത്രയും എടുക്കേണ്ടത്. ഇത് ഞാൻ കൂടുതൽ എടുത്തതാണ്, ഒരു മാലയുള്ളാകെ അതൊരു കുറേ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും എടുത്താൽ മതിയാവും. ഞാനെങ്കിലും ഒന്ന് കാണിക്കണ്ടേന്ന് ചോദിച്ചിങ്ങനെ എടുത്താണ്. ഇത്രയും ഡിറ്റർജന്റ്. പണ്ടൊക്കെ ഞങ്ങളിത് ചെയ്യണത് കാരമില്ലേ, വെള്ള കളറിലെ കാരം, ഈ കാരം തന്നെയാണ് നമ്മളുടെ ഡിറ്റർജന്റിലും ആഡ് ചെയ്തേക്കണത്. കളർ ചേർക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസമാണ്. അപ്പൊ കാരമാണ് ഞങ്ങൾ പണ്ട് യൂസ് ചെയ്യണത്. ഞാൻ ഓർക്കുന്നുണ്ട്, കാരം വെള്ളത്തിലിട്ടാണ് തിളപ്പിച്ചെടുക്കണത്. സ്വർണ്ണം നന്നായിട്ട് അഴുക്ക് ഇങ്ങനെ ഇളകി. ഇപ്പൊ ഇതിങ്ങനെ കിടക്കണ കളറ് മഞ്ഞളിന്റെ കളറുള്ളതുകൊണ്ട് അഴുക്ക് പോണത് കാണില്ല. കാരം മാത്രമാണെന്നുണ്ടെങ്കിൽ, അതായത് വെള്ള കളറിലെ കാരം മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അഴുക്കിളകി വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് ആ വെള്ളത്തിൽ കാണാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ മാലയിൽ അധികം അഴുക്കൊന്നുമില്ല, എപ്പോഴും കഴുകിയൊക്കെ ഇടുന്നതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് ഇപ്പോൾ ക്ലീൻ ആയോ ആയില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അത് ക്ലീൻ ആണ് ഓൾറെഡി. എങ്കിലും ഒരെണ്ണം കാണിച്ചു തന്നതാണ് ഞാൻ. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അഴുക്കുള്ള അഴുക്ക് കയറിയ പഴയ സ്വർണ്ണമാലകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ധൈര്യമായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് ഇട്ട് അതിനകത്തിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് പൊക്കിയും താത്തേക്ക് ഇട്ട് കൊടുത്തേക്കണം. എവിടെ ഇട്ട് തിളപ്പിക്കരുത്, അത് അങ്ങോട്ട് കൂടെ ഒന്ന് അനക്കി കൊടുത്തേക്കണം. അതിനുശേഷം ഇങ്ങനെ ഒരു തുണിയിലേക്ക് അടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നല്ല നല്ല സ്വർണ്ണത്തിൻ്റെ ഫാൻസി ഐറ്റംസ് ഒന്നും ഇങ്ങനെ ഒന്നും ഇടരുത്. ഇതൊക്കെ സാധാരണ ഇങ്ങനെ താലിമാല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മാത്രം കഴുകാനുള്ളതാണ്. പിന്നെ വളകൾ ഫാൻസി ആയിട്ടുള്ള ഒന്നും ഇങ്ങനെ കഴുകരുത്. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. ഡെയിലി വെയർ സാധനങ്ങൾ മാത്രമേ ഇങ്ങനെ കഴുകാൻ പാടുള്ളൂ. പിന്നെ ഇത് മോപ്പ് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. മോപ്പിൻ്റെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാനും വെക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, കാരണം അതിന് വെയിറ്റ് ഇല്ല. വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാനും ഇടാനും ഒക്കെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ലോക്കിംഗ് ഒന്നും ഇല്ല. അത് പിന്നെ വലിച്ച് ഇങ്ങനെ എടുക്കുക. താങ്ക് യു.